അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ ബലാഗയുടെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. അപ്പോൾ ഇൽമുൽ ബദീഅ് എന്ന അവസാനത്തെ ഫന്നിലാണ്, മൂന്നാമത്തെ ഫന്നിലാണ് നമ്മളുടെ ചർച്ച. അപ്പോൾ നമ്മൾ പറഞ്ഞു, കലാമങ്ങളുടെ ഭംഗിയാക്കുന്ന വജ്ഹുകളാണ് ഈ ഫന്നിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്നത് എന്ന് നമ്മൾ ഇതിൻ്റെ മുഖദ്ദിമയിലായിക്കൊണ്ട് ചെറുതായി സൂചിപ്പിച്ചു. ഇനി അതിൻ്റെ ബാക്കിയാണ് എടുക്കാനുള്ളത്, എല്ലാവരും ശ്രദ്ധിക്കുക. വഹിയ ഐ ഉജൂഹു തഹ്സീനിൽ കലാമി ദർബാനി മഅനവിയുൻ ഐ റാജിഉൻ ഇലാ തഹ്സീനിൽ മഅന അവ്വലൻ വബിദ്ദാത്തി ഫഇൻ കാന ഖദ് യുഫീദു ബഅദുഹാ തഹ്സീൻ അൽ-ലഫ്ദി അയ്ളാ വലഫ്ദിയുൻ ഐ റാജിഉൻ ഇലാ തഹ്സീൻ അൽ-ലഫ്ദി കദാലിക. വഹിയ ഈ വുജൂഹുകൾ, അതായത് ഐ വുജൂഹു തഹ്സീനിൽ കലാം, കലാമിനെ ഭംഗിയാക്കുന്ന ഈ വജ്ഹുകളാകുന്നത് ദർബാനി, അത് രണ്ട് ഇനമുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു, കലാമിനെ അതിൻ്റെ മാനയെ അല്ലേ, അത് ഭംഗിയാക്കൽ അതിന് ഇതിൻ്റെ ലക്ഷ്യം. അപ്പം അങ്ങനെ ആ വജ്ഹുകളാകുന്നത് ദർബാനി രണ്ട് ഇനമുണ്ട്. ഒന്ന് മാനവിയുൻ, ഒന്ന് മാനവിയാണ്, ആശയപരം. അതായത് റാജിഉൻ ഇലാ തഹ്സീനിൽ മാന അവ്വലൻ വബിദ്ദാത്തി, വബിദ്ദാത്ത് ബിദ്ദാത്തും ആദ്യവും, റാത്ത് കൊണ്ടും ആദ്യമായിട്ടും മഅനയെ ഭംഗിയാക്കലിലേക്ക് മടങ്ങുന്നതാണ് മഅനവിയെ. രണ്ടിനമുണ്ടായാലും ഒന്ന് മഅനവിയാണ്, അതായത് റാജിഉൻ ഇലാ തഹ്സീനിൽ മഅന, മഅനയെ ഭംഗിയാക്കുന്നതിലേക്ക് മടങ്ങുന്നത്. വഇൻ കാന ഖദ് യുഫീദു ബഅദുഹാ, ഇനി വഇൻ കാന ആണെങ്കിൽ ഖദ് യുഫീദു ബഅദുഹാ, ചിലത് ആണെങ്കിലും എന്താണ്, ഒക്കെ വഇൻ കാന ഇതിൽ ചിലതുണ്ട്, ഈ മാനവീയന് ചിലതുണ്ട്, അതെന്ത് ചെയ്യും, ഖദ് യുഫീദു, അത് ചിലപ്പോൾ ഫലം ചെയ്യിപ്പിക്കും. ബഅദു, അതിലെ ചിലത് തഹ്സീന ലഫ്ദി ഐലൻ, ലഫ്ദിനെ ഭംഗിയാക്കലിനെയും കൂടി അതെന്ത് ചെയ്യുന്നുണ്ട്, ഫലം ചെയ്യിപ്പിക്കുന്നുണ്ട്. എന്നാലും ശരി, അതിൻ്റെ ബിദ്ദാത്ത് മഖ്സൂദ് അവലൻ, അതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും, മാനയെ ഭംഗിയാക്കലായിരിക്കും. അങ്ങനത്തതിലേക്ക് മടങ്ങുന്നതിനാണ് മാനവി എന്ന് പറയുക, അതൊരു ഇനം. വലഫ്ദിയും, രണ്ടാമത്തെ ഇനം ലഫ്ദിയാണ്, അതായത് റാജിഉൻ ഇലാ തഹ്സീനിൽ ലഫ്ദി കദാലിക. നേരത്തെ പറഞ്ഞ പോലെ അവലം ബിദ്ദാത്ത്, അതിൻ്റെ ലക്ഷ്യം ലഫ്ദിനെ ഭംഗിയാക്കലായിരിക്കും. അതിലേക്ക് മടങ്ങുന്നതിന് ലഫ്ദി എന്നെന്ത് ചെയ്യും, പറയും. അപ്പം മാനവിയും ലഫ്ദിയും എന്നീ രണ്ട് ഇനമുണ്ട്, വുജൂഹു തഹ്സീനുൽ കലാമി എന്നർത്ഥം. അമ്മൽ മാനവിയു, അപ്പോൾ മാനവിയാകുന്ന ഈ വജ്ഹ്, ഖദ്ദമഹു, മുസന്നിഫ് അതിനെ മുന്തിച്ചു, ലിഅന്നൽ മഖ്സൂദൽ അസ്ലി വൽ ഗർദൽ ഊല വൽ മആനി. കാരണം എന്താ, ഈ മഅനവിയായിരിക്കുന്ന വുജൂഹു തഹ്സീനെ മുന്തിച്ചത്, അതിന് കാരണം ലിഅന്നൽ മഖ്സൂദൽ അസ്ലിയ, അസ്ലിയായിരിക്കുന്ന ലക്ഷ്യം, വൽ ഗർദൽ ഊല, ഒന്നാമത്തെ ലക്ഷ്യവും, ഹുവൽ മആനി, അത് മഅനകളാണ്, ആശയങ്ങളാണ് ആദ്യമായും ഒന്നാമതായും ഉണ്ടായിരിക്കുന്ന ലക്ഷ്യങ്ങൾ. അൽഫാദ് ലഫ്ദുകൾ എന്ന് പറയുന്നത് തവാബിയോ, ഈ ആശയങ്ങൾക്ക് താബിയായി വരുന്നതാണ്. ഖവാലിബുല്ലഹ, ആ ആശയങ്ങളുടെ ഒരു ഫ്രെയിമാണ്. നമ്മളെ ഫോട്ടോയുടെ ഫ്രെയിം എന്ന് പറഞ്ഞ പോലെ ഈ ആശയങ്ങൾക്കുള്ള ഫ്രെയിമുകളാണ്, അതിൻ്റെ ചട്ടകളാണ് എന്ത്, ലഫ്ദുകൾ. ആശയമാണ് പ്രധാനം. അപ്പം അതുകൊണ്ട് അതിന് മുന്തിച്ചു നടത്തും. വമിൻഹു, അങ്ങനെ പറയുമ്പോൾ വമിൻഹു, അപ്പോൾ ആ മഅനവിയായതിൽപ്പെട്ടതാണ് അൽ മുതാബഖത്തു, മുതാബഖത്ത് എന്ന് പറയുന്നത്. അപ്പോൾ മുതാബഖത്ത് എന്ന് പറയുന്ന തഹ്സീൻ, വജ്ഹുൽ തഹ്സീൻ, കലാമിനെ ഭംഗിയാക്കുന്ന, ആശയത്തെ ഭംഗിയാക്കുന്ന സാധനമാണത്. അപ്പോൾ അത് മഅനവിയിൽപ്പെട്ടതാണ്. ഹുവ തുസമ്മ, ഈ മുതാബഖത്തിന് പേര് പറയപ്പെട്ടിരിക്കുന്നു അത്തിബാഖു വത്തലാദ് ഐലൻ, തിബാഖ് എന്നും പേരുണ്ട്, അതുപോലെ തന്നെ തലാദ്, തിബാഖ് തലാദ് എന്നൊക്കെ ഇതിന് പേരുണ്ട്. ഈ മുതാബഖത്തിന് വേറെ പേരുകളുണ്ട്. വഹിയ, എന്താണ് ഈ തിബാഖ് തലാദ് അല്ലെങ്കിൽ മുതാബഖ് എന്നൊക്കെ പറഞ്ഞാൽ, വഹിയൽ ജംഉ ബൈനൽ മുതലാദ്ദൈനി, രണ്ട് ലിദ്ദുകൾ, രണ്ട് പരസ്പര വൈരുദ്ധ്യങ്ങൾക്ക് ഇടയിൽ ഒരുമിച്ച് കൂട്ടലിനെയാണ് മുതാബഖത്ത് അല്ലെങ്കിൽ തിബാഖ് തലാദ് എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ മാനയൈനി മുതഖാബലൈനി, പരസ്പരം എതിരായി വരുന്നതായിരിക്കുന്ന രണ്ട് മാനകൾ, തഖാബിൽ അല്ലെ, പരസ്പരം എതിരായി വരുന്നതാകുന്ന രണ്ട് മാനകൾക്കിടയിൽ ഒരുമിച്ച് കൂട്ടലാണ്. ഫിൽ ജുംല, ഒരു ജുംലയിൽ, ഒരേ ജുംലയിൽ രണ്ട് പരസ്പരം എതിരായ മാനകൾ അല്ലെങ്കിൽ രണ്ട് ലിദ്ദായ മാനകൾക്കിടയിൽ ഒരുമിച്ച് കൂട്ടുന്നതിനാണ് മുതാബഖത്ത് എന്ന് പറയാം, തിബാഖ് എന്നൊക്കെ പറയും അല്ലേ. അതായത് യക്കൂന് ബൈനഹുമ, ആ രണ്ട് മാനകൾക്കിടയിലുണ്ടാവും തഖാബുലിന്, പരസ്പരം എതിരാവലുണ്ടാവും, തനാഫിന്, ഒരു വൈരുദ്ധ്യം ഉണ്ടാവും. വലോഫി ബഅദി സുവരി, ആ വൈരുദ്ധ്യം എന്ന് പറയുന്നത് ചില രൂപങ്ങളിൽ, അത്
ആ പറഞ്ഞിടത്ത് മുഴുവനില്ലെങ്കിൽ ചില രൂപങ്ങളിലാണെങ്കിലും ശരി, വലോ ഫി ബഅദി സുവരി, അതിന് ചില രൂപങ്ങളിലാണ് അവിടെ എന്തുള്ളത് ഈ വൈരുദ്ധ്യമുള്ളതെങ്കിലും ശരി. സവാഉൻ കാന തഖാബുലു ഹഖീഖിയൻ ഔ ഇഅ്തിബാരിയൻ, സവാഉൻ കാന ആവൽ സമമാണ് തഖാബുലു ഈ പരസ്പരം എതിരാവൽ വൈരുദ്ധ്യം എന്നൊക്കെ പറഞ്ഞത് അത് ഹഖീഖിയാവാം ഔ ഇഅ്തിബാരിയൻ അല്ലെങ്കിൽ മറ്റൊന്ന് ആപേക്ഷികമാവാം. അപ്പോൾ ഹഖീഖിയായ വൈരുദ്ധ്യമാവാം അല്ലെങ്കിൽ ആപേക്ഷികമായ വൈരുദ്ധ്യം എങ്ങനെയാവാം. അപ്പോൾ സവാഉൻ കാന തഖാബുലു തദാദ്ദി, അതിന് ലിദ്ദുകളുടെ തഖാബുൽ, ലിദ്ദായിട്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരാം. അവ തഖാബുൽ ഈജാബ് സൽബ് അല്ലെങ്കിൽ ഈജാബ് സൽബ് അല്ലേ, ഈജാബ് സൽബ്, ഒന്ന് മൂജബ് ഒന്ന് സാലിബിയും അങ്ങനെ ഒന്ന് അല്ലേ, നെഗറ്റീവ് പോസിറ്റീവ് അങ്ങനെ എന്തായാവാം, അങ്ങനെ എതിരായി വരാം, അങ്ങനത്തെ എതിരാവാം. ഔ തഖാബുൽ അദമി വൽ മലക്ക, അല്ലെങ്കിൽ ഒന്ന് ഒരു കഴിവില്ലായ്മ കഴിവുണ്ടാകൽ, അങ്ങനത്തെ എതിരായി വരാം. ഔ തഖാബുൽ തദായുഫി, എങ്കിൽ പരസ്പരം ബന്ധിതമായ തദായുഫിൻ്റെ തഖാബുൽ, പരസ്പരം ബന്ധമുള്ള ഒന്നിൻ്റെ എതിര്, അതായത് ഇപ്പോൾ ഉപ്പ മോന് എന്നൊക്കെ പറഞ്ഞ പോലെ ഇബിന് അബ് എന്ന് പറഞ്ഞാൽ പരസ്പരം ബന്ധമായ സംഗതികളാണെന്നാൽ അത് പരസ്പരം ചെറിയ എതിരുണ്ട്. അപ്പം അങ്ങനെ അത് ഏതും ആകാം. ഒമ ഇഷ്ബിഹു ഷൈഅൻ മിൻ ദാലിക, അല്ലെങ്കിൽ ഇത് പറഞ്ഞതിനോടൊക്കെ സാദൃശ്യമുള്ളത്. അപ്പം ഈ പറഞ്ഞ രീതിയിലൊക്കെ എന്ത് വരാമെന്നർത്ഥം, തഖാബുൽ ഉണ്ടാവാം ഈ പറഞ്ഞ രണ്ട് മാനകൾക്കിടയിൽ. അപ്പം അതൊക്കെ തന്നെയാണ് തിബാഖാണ്, മുത്താബഖാണ്. വയക്കൂന് മാത്രമല്ല വയക്കൂന് ആവുകയും ചെയ്യും. ദാലിക്കൽ ജമ്മു, ഈ ഒരുമിച്ച് കൂട്ടൽ, ഈ രണ്ട് ലിദ്ദുകൾക്കിടയിൽ അല്ലെങ്കിൽ എതിരായ മാനകൾക്കിടയിൽ ഒരുമിച്ച് കൂട്ടുക എന്ന് പറഞ്ഞത് ബി ലഫ്ലൈനി, രണ്ട് ലഫ്ലുകൾ കൊണ്ട്. മിൻ നൗഇൻ, ഒരേ നൗഇൽപ്പെട്ട രണ്ട് ലഫ്ലുകൾ കൊണ്ടാവാം. മിൻ നൗഇൻ വാഹിദിൻ മിൻ അൻവാഇൽ കലിമത്തി, കലിമത്തിൻ്റെ ഇനങ്ങളിൽ നിന്നുമുള്ള ഒരേ ഇനത്തിൽപ്പെട്ട രണ്ട് ലഫ്ലുകൾ കൊണ്ടാവാം. ഇതുപോലെ ഇസ്മൈനി, രണ്ട് ഇസ്മ് അല്ലേ, രണ്ടും ഇസ്മ്, ഈ രണ്ടും തഖാബലായി വന്ന തഖാബുലുള്ള എതിരില്ല ലിദ്ദായി വന്ന സാധനം രണ്ടു ഇസ്മാവാം. അതാ പറഞ്ഞത് ഈ കലിമത്തിൻ്റെ ഇനങ്ങളിൽ ഒരേ ഇനത്തിൽപ്പെട്ട രണ്ട് ലഫ്ലാവാം. നഹ്വന് ഉദാഹരണം, രണ്ടും ഇസ്മായി വന്നതിന് ഉദാഹരണം തഹ്സബുഹും ഇഖാലൻ വഹും റുഖൂദ്, അല്ലേ, തഹ്സബുഹും നിങ്ങൾ അവരെ വിചാരിക്കുന്ന ഇഖാലൻ അവർ ഉണർന്നിരിക്കുന്നവരാണ് എന്ന വഹും അവർ യഥാർത്ഥത്തിൽ റുഖൂദ് ഉറങ്ങുന്നവരാണ്. അല്ലേ, അപ്പോൾ അവിടെ ഇഖാൽ റുഖൂദ് രണ്ടും ഇസ്മുകളാണ്, രണ്ടും പരസ്പരം ലിദ്ദുകളാണ്. ഇതിന് മുത്താബിഖ് അല്ലെങ്കിൽ തിബാക്ക് തദാദ് എന്നൊക്കെ പറയും. ഔ ഫീലൈനി, അല്ലെങ്കിൽ ഒരേ ഇനത്തിൽപ്പെട്ട രണ്ട് ലഫ്ലുകൾ രണ്ടെന്താവാം, ഫീലാവാം, രണ്ടും ഫീലുകളാവാം. നഹ്വു, ഈ നഹ്വു യുഹി യുമീത്തു, കണ്ടില്ലേ, രണ്ടു ഫീലാണ്. യുഹി യുമീത്തു, ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്ന. ഹിയ ഇമാതത്ത്, ഇപ്പം രണ്ടും ഓപ്പോസിറ്റുകൾ ഫീലുകളായി. ഔ ഹർഫൈനി, അല്ലെങ്കിൽ രണ്ടെന്താവാം ഹർഫുകളായ. നഹു ഉദാഹരണം ലഹ മാ കസബത്ത് വഅലൈഹ മക്തസബത്ത്, ലഹ ആ ശരീരത്തിന് ആ നഫ്സിന് അനുകൂലമായിട്ടുണ്ടാവും, മാ കസബത്ത് അത് അധ്വാനിച്ചുണ്ടാക്കിയതില്ലേ, അലൈഹ നഫ്സിനെതിരായിട്ടുണ്ടാവും, മക്തസബത്ത് നഫ്സ് സമ്പാദിച്ചേണ്ടില്ലേ. അപ്പോൾ ലഹ അലൈഹ രണ്ട് അർഫാണ്. ഫൈന ഫിൽ ലാമി മാനൽ ഇന്തിഫായി, കാരണം ലാമിൽ എന്തുണ്ട്, ഇന്തിഫായിൻ്റെ മാന ഉണ്ട്. വഫി അല മാന തളറുറി, അലയിൽ എന്തുണ്ട്, തളറുറിൻ്റെ അർത്ഥമുണ്ട്. അതായത് ലാ എൻതഫി ബി ത്വാഅത്തിഹ, അതിനെ വൈപ്പെട്ടത് കാരണം കൊണ്ടൊരു ഇന്തിഫാ ഉണ്ടാവുകയില്ല. വലായ തളറു ബിമാസിയത്തി വൈരിഹ, ബിമാസിയത്തി വൈരിഹ വൈറഹ, ബിമാസിയത്തി വൈറഹ, ഇതല്ലാത്തതിനോട് മാസിയത്തി ആയതുകൊണ്ട് ബുദ്ധിമുട്ടാക്കാനും വരുന്നില്ല എന്നർത്ഥത്തിന്. ലാമാകുമ്പോൾ അതിന് അനുകൂലം, മറ്റേ പ്രതികൂലം എന്ന മാനുണ്ട് എന്നാണ് ഇപ്പോൾ എന്തായത് ഈ പറഞ്ഞ ഈ വിശദീകരണത്തിൽ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ഇപ്പം എന്താണ്, ഒരേ നൗഇൽപ്പെട്ട രണ്ട് ലഫ്ലുകൾ, ഒരേ നൗഇൽപ്പെട്ട രണ്ട് ലഫ്ലുകളാവാം. ഔ മിൻ നൗഇനി, അല്ലെങ്കിൽ രണ്ട് നൗഇൽപ്പെട്ട ലഫ്ലുകളാവാം. അപ്പോൾ ഒരേ നൗഇൽപ്പെട്ട രണ്ട് ലഫ്ലുകൾ അല്ലെങ്കിൽ രണ്ട് നൗഇൽപ്പെട്ടതായിരിക്കുന്ന രണ്ട് ലഫ്ലുകളാവാം. ഔ മിൻ നൗഇനി നഹു ഔ മൻ കാന മൈതൻ ഫഅഹ്യൈനാ, അവ മൻ കാന ഒരുത്തനാണെങ്കിൽ, കാന മൈതൻ അവൻ മയ്യിത്താണെങ്കിൽ ഫഅഹ്യൈന, മയ്യിത്തായിരുന്ന ആളെ ഫഅഹ്യൈന നാം അവരെ ജീവിപ്പിച്ചു. കണ്ടില്ലേ, മൈത്തൻ എന്ന് പറഞ്ഞ ഇസ്മായി, ഫഅഹ്യൈന എന്നത് ഫീലായി, രണ്ടും രണ്ടിനത്തിൽപ്പെട്ടതായി. ഫൈനോ, കാരണം ഇവിടെ ഇവിടെ ഇഹ്യ എന്നതിൽ പരിഗണിക്കപ്പെട്ടു മാനൽ ഹയാത്ത്, ഹയാത്ത് എന്നതിൻ്റെ മാന. വൽ മൗത്ത് വൽ ഹയാത്തു മിമ്മ യതഖാബലാനി, ഹയാത്ത് മൗത്ത് എന്ന് പറയുന്നത് രണ്ടും പരസ്പരം എന്തുള്ളതാണ്, എതിരായി വരുന്ന സാധനങ്ങളാണ്. വഖദല്ല അലൽ അവ്വലി ബിൽ ഇസ്മി, എന്തെന്ന് മാത്രം ഇവിടെ ഒന്നാമത്തത് മൗത്തിൻ്റെ മേൽ ഇസ്മ കൊണ്ട് പറഞ്ഞു. വഅലസാനി ബിൽ ഫീലി, രണ്ടാമത്തെ ഹയാത്തിൻ്റെ മേൽ ഫീൽ വെച്ച് പറഞ്ഞു എന്ന് മാത്രം. രണ്ടും എന്താണ്, മുത്തഖാബിലയായിട്ട് വരുന്ന സാധനങ്ങൾ തന്നെയാണ്. രണ്ട് ഇനത്തിൽ പെട്ടു എന്നർത്ഥം. അപ്പോൾ
തിബാഖ് അല്ലെങ്കിൽ മുത്താബഖത്ത് അല്ലെങ്കിൽ തലാദ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ജുംലയിൽ എന്ത് ചെയ്യുക, ഒരു കലിമത്തും അതിൻ്റെ ലിദ്ദും ഒരുമിച്ച് കൂട്ടുക, അതിൻ്റെ തക്കാബിലായ ഒരു സാധനത്തെ ഒരുമിച്ച് കൂട്ടുക. അത് നമ്മൾ പറഞ്ഞു പല രീതിയിലുള്ള തക്കാബിലുണ്ടാവാം. അപ്പം അത് ഒരേ ഇനത്തിൽപ്പെട്ടതായിരിക്കുന്നു, കലാമിൽ പെട്ട ഒരേ ഇനത്തിൽപ്പെട്ട കലിമത്തും ഉണ്ടാവാം, അല്ലെങ്കിൽ വ്യത്യസ്തമാവാം എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇനി വഹുവ തിബാഖ് അർബാനി, ഈ തിബാഖ് രണ്ട് ഇനുണ്ട്. ഒന്ന് തിബാഖ് ഈജാബിൻ, ഒന്ന് തിബാഖ് ഈജാബാണ്. കമാ മറ, മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ ഒരു കാര്യം പറയാൻ നേരെ ഓപ്പോസിറ്റ് പറയാം. രണ്ട് തിബാഖു സൽബ്, തിബാഖ് സൽബാണ്. തിബാഖ് ഈജാബും തിബാഖ് സൽബാണ്. മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത ഉദാഹരണങ്ങളൊക്കെ അങ്ങനെ അഹ്യാ മൗത്ത്, അതുപോലെ തന്നെ ഐഖാൽ റുക്കൂ, ഇതൊക്കെ നേരെ ലിദ്ദുകളാണല്ലോ. അപ്പോൾ അതിന് തിബാഖ് ഈജാബ് എന്ന് പറയും. ഇനി രണ്ടാമത്തെ ഏതാണ്? തിബാഖ് സൽബാണ്. വഹുവായി അജ്മാ ബൈന ഫിഅലൈ മസ്ദരി വാഹിദിൻ അഹദുഹുമാ മുസ്ബത്തുൻ വൽ ആഖിറു മൻഫിയുൻ ഔ അഹദുഹുമാ അംറുൻ വൽ ആഖിറു നഹിയുൻ. ഈ ഈജാബ് സൽബ് തന്നെ എന്താ? വഹുവായി അജ്മാ ബൈന ഫിഅലൈ മസ്ദരി വാഹിദിൻ, ഒരേ മസ്ദറിലുള്ള രണ്ട് ഫീലുകൾക്കിടയിൽ ഒരുമിച്ച് കൂട്ടുക. അഹദുമ, ആ രണ്ട് ഫീലുകൾ, ഒരു ഫീൽ എന്തായിരിക്കും? മുസ്ബത്തായിരിക്കും. വല്ലാഹർ മൻഫി, മറ്റേ മൻഫി ആയിക്കാരം അല്ലേ? ഒരു മുസ്ബത്തും പറയാം, അതിൻ്റെ നഫിയും പറയാം. അതും ശരിക്കും തന്നെയാണ് നേരെ എതിരെ തന്നെയാണല്ലോ വരിക. അറിയാതിരിക്കുക, പോകാതിരിക്കുക. അപ്പം ശരിക്കും തന്നെയാണ് പോകുക നേരെ ഓപ്പോസിറ്റ് നമ്മൾ വരിക എന്ന് പറയല്ലേ. പക്ഷെ പോകുക എന്നുള്ളതിന് പോകാതിരിക്കുക എന്നുള്ളതും അതിൻ്റെ തന്നെയാണ് എതിരായ അർത്ഥം തന്നെയാണല്ലോ. അപ്പം അങ്ങനെ ഒരുമിച്ച് കൂട്ടുന്നതിന് എന്ത് പറയണത്? തിബാഖ് സൽബ്. അല്ലെങ്കിൽ അഹദുമ അംർ, ഈ രണ്ട് പേരുകളിൽ ഒന്നെന്തായിരിക്കും? അംബർ ഫീലായിരിക്കും. വലാഹുർ നഹി, മറ്റേത് നഹിയായിരിക്കും. നീ പോകരുത് ഉണ്ടല്ലേ. അപ്പോൾ അത് രണ്ടും എന്താണ്? ഓപ്പോസിറ്റ് മാർത്തിനാണ് വരുന്നത്. അപ്പോൾ അതിനാണ് ഈ തിബാഖ് സൽബ് എന്ന് പറയുക. ഉദാഹരണം നോക്കൂ. ഫലവ്വൽ, ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ രണ്ട് ഒരേ മസ്ദറിൻ്റെ രണ്ട് ഫീലായി, ഒന്നാമത്തത് മുസ്ബത്തുൻ, രണ്ടാമത്തത് മംഫി ആയിട്ട് വന്നതിന് ഉദാഹരണം ഖൗലിഹി തആല, അല്ലാഹു തആലാന്റെ വാക്ക് പോലെ, വലാകിൻ അക്സറന്നാസി ലാ യഅലമൂൻ യഅലമൂന ളാഹിറൻ മിൻ ഹയാത്തിദ് ദുനിയാ. വലാകിൻ അക്സറന്നാസി, പക്ഷേ അധികം ജനങ്ങളും ലാ യഅലമൂൻ, ഇതൊന്നും അറിയില്ല. യഅലമൂന അറിയും, ളാഹിറൻ മിൻ ഹയാത്തിദ് ദുനിയാ, ദുനിയാവിയായ ജീവിതത്തിൻ്റെ ലാഹിറൽക്ക് അറിയും. കണ്ടില്ലേ? അപ്പോൾ അവിടെ ലാ യഅലമൂന യഅലമൂന, ഈ രണ്ട് വായനകൾക്കിടയിൽ ഒരുമിച്ച് കൂട്ടി. ഒന്ന് മുസ്ബത്ത്, ഒന്ന് മംഫിയും. വസാനി, രണ്ടാമത്തത്, അതായത് ഒന്ന് അംർ, മറ്റേത് നഹി എന്നാ പറഞ്ഞില്ലേ. അതിന് ഉദാഹരണം അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു, ഫലാ തഖ്ശൗന്നാസ വഖ്ശൗനി, ഫലാ തഖ്ശൗന്നാസ, നിങ്ങൾ ജനങ്ങളോട് എന്ത് ചെയ്യരുത്? നിങ്ങൾ ജനങ്ങളെ ഭയപ്പെടേണ്ട. വഖ്ശൗനി, നിങ്ങൾ എന്നെ ഭയപ്പെട്ടാൽ മതി. ഫലാ തഖ്ശൗന്നാസ, നിങ്ങൾ ജനങ്ങളെ ഭയപ്പെടേണ്ട. വഖ്ശൗനി, എന്നെ ഭയപ്പെടുക. അപ്പോൾ അവിടെ എന്ത് വന്നു? ഒന്ന് നഹിയാണ്, രണ്ടാമത്തെ അംറാണ്. അപ്പം ഇങ്ങനെ രണ്ട് ഇനം തിബാക്കിലുണ്ട് എന്നർത്ഥം. തിബാഖ് ഈജാബ്, നേരത്തെ നമ്മൾ പറഞ്ഞു, നേരെ ഓപ്പോസിറ്റ് പറയല്. ഇത് ആ ഒരേ മസ്ദറിൽ വരുന്ന ഫീലിൻ്റെ മുസ്ബത്ത് മംഫി ആയിട്ട് പറയാം, അല്ലെങ്കിൽ അംബ്ര നഹി ആയിട്ട് പറയാം. അപ്പം ഇങ്ങനെ ഉള്ളതിന് ഈ തിബാഖ് സൽബ് എന്നും പറയും എന്നർത്ഥം. വമിൻഹു, ഈ ഈജാബിൽപ്പെട്ടതാണ് മാ സമ്മാഹു ബഅ്ളുഹും, ചില ബലവായിങ്ങൾ പേര് വെച്ചൊന്ന് തദ്ബീജ് എന്ന് പേര് വെച്ചു. മിൻ ദബ്ബജൽ മത്റു അല്ല, മയഭൂമിയെ ഭംഗിയാക്കിയ, ഇതാ സയ്യന, ആ മയഭൂമിയെ ഭംഗിയാക്കിയാൽ അങ്ങനെ പറയാനാണ് ദബ്ബജാൻ. ഫസ്സറഹു, അതിനെ വിശദീകരിച്ചു. ബിഅൻ യദ്കുറ ഫീ മഅനൻ, ഒരു മഅനയിൽ പറയാമിൽ മദ്ഹി വഗൈരിഹി, മദ്ഹിൽ നിന്നും മദ്ഹിനാലും അല്ലാത്തതിനാലുമുള്ള ഒരു മഅനയിൽ അൽവാനും, പല ഇനങ്ങൾ പറയുക, പല വ്യത്യസ്ത ഇനം പറയുക. ലിഖസ്ദിൽ കിനായത്തി അവി തൗരിയത്തി, കിനായത്തിനെയും തൗര്യത്തിനെയും ഉദ്ദേശിച്ചതിന് വേണ്ടി. അപ്പോൾ ആ പറയുന്നതിൽ കിനായത്തിനെയും തൗര്യത്തിനെയൊക്കെ ഉദ്ദേശിച്ചിട്ട് എന്ത് പറയുക? ഒരു മഅനയിൽ മദ്ഹിനാലുള്ള ഒരു മഅനയിൽ എന്ത് പറയുക? പല ഇനങ്ങളെ ഒരുമിച്ച് കൂട്ടലിനാണ്, പറയലിനാണ് എന്ത് പറയുന്നത്? തദ്ബീജ് എന്ന് പറയുക. അപ്പം അതും തിബാക്കിൽപ്പെട്ടതാണ് എന്നാണ്. അറാദ ബിൽ അൽവാൻ, ഇവിടെ അൽവാൻ എന്ന് പറഞ്ഞുകൊണ്ട് മുസന്നിഫ് ഉദ്ദേശിച്ചത് മാ ഫൗക്കൽ വാഹിദി, ഒന്നിന് മുകളിലുള്ളതാണ്. അതാണ് പല ഇനം എന്ന് പറയുന്നത്. ഒന്നിനേക്കാൾ കൂടുതലുള്ളതിനാണ് എന്ത് പറയണത്? ഇവിടെ മുസന്നിഫ് എന്ത് ഉദ്ദേശിക്കുന്നത്? അൽവാൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ബി ഖരീനത്തിൽ അംസരത്തി, ഉദാഹരണങ്ങൾ ആ തെളിവ് കിട്ടുന്നുണ്ട്. ഫതദ്ബീജുൽ കിനായത്തി, കിനായത്തിനെ നേരത്തെ പറഞ്ഞ പോലെ തദ്ബീജായി പറഞ്ഞതിന് ഉദാഹരണം ഒരു കവിൻ്റെ വാക്ക് പോലെ
എന്താണ് കവി പാടിയത്? തറദ്ദാ സിയാബൽ മൗതി ഹുംറൻ ഫമാ അതാ ലഹൽ ലൈലു ഇല്ലാ വഹിയ മിൻ സുന്ദുസിൽ ഖുദ്രി. അപ്പോൾ ഒരു കവി പാടി തറദ്ദ തറദ്ദ എന്ന് പറഞ്ഞാൽ ധരിച്ചു എന്നാ. മിൻ തറദ്ദു സോബൻ അഹത്തു റിദ എന്ന റിദ ആയിട്ട് ഞാൻ വസ്ത്രം ധരിച്ചു. മേൽ വസ്ത്രമായിട്ട് ഇങ്ങനെ റിദ അല്ലേ, ഷാൾ ഇങ്ങനെ ഇല്ല. അതുപോലെ ഞാൻ എന്ത് ചെയ്തു? ധരിച്ചു. സിയാബൽ മൗത്തി മരണത്തിൻ്റെ വസ്ത്രത്തെ ഹുംറൻ ഹുംറൻ അതന്നെ ചുവപ്പായ നിലയിൽ. ഫമാ അത്താലഹ പക്ഷെ അതിനത് വന്നിട്ടില്ല. ആ തിൽക്ക് സിയാബിന് അല്ലേലു രാത്രി അതിന് വന്നിട്ടില്ല. ഇല്ലാ വഹിയ മിൻ സുന്ദുസിൽ ഖുദ്രിൻ അത് പച്ചപ്പിൻ്റെ പട്ടിനാലുള്ളതായിട്ടല്ലാതെ. യാനി ഇവിടെ മുസ്ലിഫ് ഉദ്ദേശിച്ച് ഇർത്തദ അദ്ദേഹം ധരിച്ചു സിയാബൽ മുലത്തഹത ബിദ്ദമീന രക്തം കലർന്നതായിരിക്കുന്ന വസ്ത്രം. ഫലം യൻഖുൽ യൗമ ഖത്ലിഹി ഫലം യൻഖുൽ അതിനെ പൊളിച്ചളഞ്ഞിട്ടില്ല. യൗമ ഖത്ലിഹി അദ്ദേഹത്തെ കൊന്നുകളഞ്ഞ ദിവസം, അദ്ദേഹം കൊല്ലപ്പെട്ട ദിവസം. ഫലം യദ്ഖുലു ഫീ ലൈലത്തിഹി ആ രാത്രിയിൽ അയാൾ പ്രവേശിച്ചിട്ടില്ല. ഇല്ലാ വഖദ് സ്വാറത്ത് സിയാബ് മിൻ സുന്ദുസ് ഖുദ്രിൻ അദ്ദേഹത്തിൻ്റെ ആ വസ്ത്രം അത് പച്ച പട്ടിനാലുള്ളതായിട്ടല്ലാതെ അത് മിൻ സിയാബിൽ ജന്നത്തി സ്വർഗത്തിൻ്റെ എന്താണ് വസ്ത്രങ്ങളാണ്. ഇവിടെ നോക്കി ഞാനിപ്പോൾ ഈ ബൈത്തിൻ്റെ അർത്ഥം കേട്ടോ, ആശയം. വഖദ് ജമാ ബൈനൽ ഹുംറത്തി വൽ ഖുദ്രി ഇവിടെ ചുവപ്പ് പച്ച എന്ന് പറഞ്ഞ രണ്ട് നിറങ്ങൾക്ക് ഒരുമിച്ചു. ഓപ്പോസിറ്റ് ആണല്ലോ ചുവപ്പും പച്ചയും. ഖുസിദ ബിൽ അവ്വലി ഇവിടെ ഒന്നാമത്തത് ഹുംറത്ത് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് അൽ കിനായ എന്താണ്? കിനായത്തനിൽ ഖത്ലി കൊലയെ തൊട്ട് കിനായത്തായിട്ടാണ്. ചുവന്നതായിരിക്കുന്ന അവസ്ഥയിൽ മരണത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് അയാളത് ഇത് കൊല്ലപ്പെട്ടിരിക്കുകയാണ് എന്ന അർത്ഥത്തിനാണ് അർത്ഥം. ഒബിസ്ഥാനിയത്ത് രണ്ടാമത്തത് കൊണ്ട് മീൻ സുന്ദുസുൽ ഖുദ്രി എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് കിനായത്വൻ ദുഖൂലിൽ ജന്ന സ്വർഗത്തിൻ്റെ വസ്ത്രം ധരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം സ്വർഗത്തിൽ പോകുന്നുണ്ട് എന്ന ഒരു കിനായത്തായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നർത്ഥം. അപ്പോൾ ഇങ്ങനെ അപ്പം ഇതും തിബാക്കിൽപ്പെട്ടതായിട്ട് കൂട്ടി. ഇനി തദ്ബീജ് തൗരിയത്ത് എന്ന് പറഞ്ഞാൽ മറച്ച് പറയാന്നൊക്കെ വാക്കർത്ഥല്ലേ. അപ്പം അത് അങ്ങനെ തദ്ബീജായിട്ട് പറഞ്ഞതിന് ഉദാഹരണം അല കൗലിൽ ഹരീരി എന്നവരുടെ കൗലി എന്താ പറഞ്ഞത്? നല്ല പച്ചപ്പുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ നല്ല ജീവിതം എന്നർത്ഥം. അഖ്ലർ ഖാമത്തുൽ ഹരീരിയിലുള്ളതാണ് ഇത്. അപ്പോൾ നല്ല ജീവിതം അത് പ്രയാസകരമായി തീർന്നാൽ, അതാകെ വിഷമകരമായി തീർന്നാൽ, നല്ല ജീവിതമായിരുന്നു അത് വിഷമമായാൽ വസ്വറൽ മെഹബൂബ് അസ്ഫറു അല്ലേ, എൻ്റെ സ്നേഹിതൻ അവനാകെ എന്തായി മാറി, വിദൂരത്തായാൽ, എന്നെ തൊട്ടവൻ തിരിഞ്ഞു പോയാൽ എന്നർത്ഥം. അപ്പോൾ അങ്ങനെ അവൻ തിരിഞ്ഞു പോവുകയൊക്കെ ചെയ്താൽ വസ്വദ്ദയോമി അല്ലബിയത് എൻ്റെ ആ പ്രകാശമുള്ള ദിവസം അതെന്തായി മാറും? കറുപ്പായി മാറും. ഒബിയല്ല ഫൗദി അൽ അസ്വദ് ഒബിയല്ല വെളുത്തു പോവും. ഫൗദി ഈ നമ്മളുടെ എന്താണ് രണ്ട് ഭാഗത്തുള്ള മുടി, തലൻ്റെ രണ്ട് സൈഡിലുള്ള മുടികൾക്കാണ് എന്താ പറയുക ഫൗദ് എന്ന് പറയാം. ആ കറുത്ത ആ മുറികൾ അത് നിരച്ചു പോകുന്ന വിഷമം കാരണത്താലേ. ഹത്ത റസലി അൽ അദൂവുൽ അസ്റഖ് ഹത്ത റസലി എത്രത്തോളം എനിക്ക് വേണ്ടി അനുകമ്പ തോന്നും അൽ അദൂവുൽ അർസഖ് എൻ്റെ ഈ അർസഖാവുന്ന ശത്രുവിന് എന്താവും എന്നോട് അനുകമ്പ തോന്നുന്ന ആ വിഷമം കൊണ്ടായി. ഫയാ ഹബ്ബത്ത് അൽ മൗത്തുൽ അഹ്മർ ഫയാ ഹബ്ബദ എന്ത് അൽ മൗത്തുൽ അഹ്മർ ചുവന്ന മരണം. അതെന്തൊരു അത്ഭുതം അല്ലേ എന്നർത്ഥത്തിന്, എന്തൊരു മോശമാണെന്നർത്ഥം. അപ്പോൾ ഇവിടെ നോക്കി നിങ്ങൾ, ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ആശയം. ഇവിടെ വൽ മഅനൽ ഖരീബുൽ മെഹബൂബിൽ അസ്ഫർ, ഇവിടെ മെഹബൂബിൽ അസ്ഫർ എന്താണല്ലോ ഇൻസാൻ ലോ സുഫ്രത്തുന്ന മഞ്ഞപ്പുള്ളത് ഒരു മനുഷ്യൻക്കാണ് മെഹബൂബുൽ അസ്ഫർ എന്ന് പറഞ്ഞത്. വൽ ബഈദുൽ ഇവിടെ എന്നാൽ അതിൻ്റെ ബഈദായ ഒരു മഅനയുണ്ട്, അത് ദഹബാണ്, സ്വർണ്ണമാണ് ആ മഞ്ഞ ഇഷ്ടപ്പെടുന്ന ആളെന്ന് ഉദ്ദേശിച്ചത്. ഓവൽ മുറാദു അവൻ ഇവിടെ അതാണ് ഉദ്ദേശം എന്നാ. എൻ്റെ സ്വർണ്ണങ്ങളൊക്കെ എന്തായും ഞാൻ വിദൂരത്തായി പോയാൽ പിന്നെ ജീവിതത്തിൽ എന്ത് രസാന്നാണ് പറയണേ. ഫയക്കൂന് തൗരിയത്തൻ അപ്പം എന്തായി തൗരിയത്തായി മറിച്ച് പറയലായി. ജമ്മുൽ അൽവാനി ഇവിടെ പല നിറങ്ങളെ ഒരുമിച്ച് കൂട്ടി കസ്തി തൗരിയത്ത് എന്തിനു വേണ്ടിയിട്ട്? ആ തൗരിയത്തിന് ഉദ്ദേശിച്ചതിന് വേണ്ടിയിട്ട്. ലായക്കത്തള്ളി എന്നാൽ ഇവിടെ അത് തേടുന്നില്ല. യക്കുന ഫി കുല്ലി ലൗനും തൗരിയത്തും ഇവിടെ പറഞ്ഞ എല്ലാ നിറത്തിലും എന്തില്ല തൗരിയത്തൊന്നുമില്ല. കമാത്ത വഹ്മാ ബാദൂൻ ചിലർ തെറ്റിദ്ധരിച്ച പോലെ എല്ലാത്തിലും തൗരിയത്തില്ല, ഈ പറഞ്ഞൊരു ഇതിൽ മാത്രമാണ് എന്തുള്ളൂ
തൗരിയത്ത് ഉള്ളുമെന്നർത്ഥം. ഇൻഷാ അല്ലാഹ് തൽക്കാലം നമ്മൾ നിർത്താൻ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.